ശൈത്താൻ ചെയ്യുന്ന പണി, ഒരാൾ ശിർക്കിൽ നിന്നും രക്ഷപ്പെട്ടു, ബിദ്അത്തിൽ നിന്നും രക്ഷപ്പെട്ടു, വൻപാപങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു, ചെറുപാപങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നിട്ട് അവസാനം അയാളെ പിശാച് ചെയ്യിക്കുന്നത് അറിയോ? സ്വർഗത്തിൽ അവൻ ഉയർന്ന ദറജയിലെത്താനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചിടും. പ്രതിഫലം കൂടുതൽ കിട്ടുന്ന കർമ്മങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കൂല, പ്രതിഫലം കുറഞ്ഞ കർമ്മങ്ങൾ ചെയ്യിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില മനുഷ്യന്മാർ 24 മണിക്കൂറും പള്ളിയിലിരിക്കും. സദാസമയം പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് നിസ്കരിച്ച് ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ദഅവത്ത് നടത്തിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ, മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്താൽ, സമൂഹത്തിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന അന്ധകാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ജീർണതകളെയും ശക്തിയുക്തം എതിർത്താൽ അവനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ്. ആ പ്രതിഫലത്തിൽ നിന്ന് പിശാച് അവനെ തടയും, അവനെ പള്ളിക്കുള്ളിൽ ഒതുക്കിക്കളയും, വീട്ടിന്റെ ഉള്ളിൽ ഒതുക്കിക്കളയും. ഇതും പിശാചിന്റെ ശ്രമമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. ദഅവത്ത് പോലെയുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനം പോലെയുള്ള വലിയ സൽക്കർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയിടാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.